ആക്ച്വലി ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. എൻ്റെ അടുത്ത് അഭിഷേക് ശ്രീകുമാറാണ് ഇത് പറഞ്ഞത്. ജാൻമുനിയുടെ അടുത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് ഷോയിൽ വരുന്നതിന് മുന്നേ തന്നെ ഗബ്രിയും ജാസ്മിനും പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള രീതിയിലാണ് അഭിഷേക് ശ്രീകുമാർ എന്നോട് പറഞ്ഞത്. ഇത് ജാൻമുനിയാണ് അഭിഷേകിനോട് പറഞ്ഞത്. അതിലൊരു തേർഡ് ആളായിട്ട് ജാൻമുനിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമോ എന്ന് ജാൻമുനിയോട് ഗബ്രി ചോദിച്ചിരുന്നു എന്നാണ് അഭിഷേക് എന്നോട് പറഞ്ഞത്. ഇതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഗബ്രി ജാസ്മിൻ ഒരു കോംബോ, അതിലൊരു തേർഡ് ഒരു ട്രയാങ്കിൾ പോലെ ജാൻമുനിനെയും കൂടി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ ഇഷ്ടമാവുന്നു, പക്ഷെ തിരിച്ചൊരു ഇഷ്ടമല്ല, അപ്പോൾ അതൊരു സിമ്പതി അവിടെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു പോലെ അങ്ങനെ പ്ലാൻ ചെയ്തു എന്നാണ് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത്. അപ്പം ഇത് ജാൻമുനി എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. മേ ബി ലവ് ട്രയാങ്കിൾ പോലെ പുറത്തുനിന്നേ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം രണ്ടുപേര് തമ്മിൽ പ്രണയം, ഇപ്പം ജാസ്മിനും ഗബ്രിയും പ്രണയം, അതിൽ